കാലവർഷത്തിൽ കലിപൂണ്ട തിരമാലകൾ വീടുകൾക്കുള്ളിലേക്ക് ആർത്തലച്ചെത്തി നാശം വിതയ്ക്കുന്ന ദുരിതക്കാഴ്ച ഹൃദയം തകരുന്ന വേദനയോടെ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് ചെല്ലാനത്തുള്ളത്. ഇത്തവണത്തെ പെരുമാരിയിലല്ല, ഇന്നോളം ഒരു കാലവർഷക്കാലവും ഈ തീരഗ്രാമത്തെ വെറുതെ വിടാറില്ല. അന്നും ഇന്നും എക്കാലത്തും ഇവർക്ക് ഒരേ ഒരു ആവശ്യം മാത്രമാണുള്ളത്. ഈ കടലാക്രമണത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം മാത്രം. ചെല്ലാനത്തെ തീരദേശ ജനത അതിരൂക്ഷമായ കടലാക്രമണത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടെട്രോപാഡ് കടൽഭിത്തിയുടെ നിർമ്മാണമാണ്. ഇത്തരത്തിലുള്ള ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമായിരിക്കും അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക. കാരണം ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യകൾ നിറഞ്ഞതാണ്. അതിനാലാണ് ഇത്തരത്തിലുള്ള ടെട്രോപാഡിൻ്റെ കടൽഭിത്തി നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം തീരദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എറണാകുളം ജില്ലയിലെ പടിഞ്ഞാറൻ അതിർത്തി ഗ്രാമമായ പശ്ചിമ കൊച്ചിയിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട വിവിധ പ്രദേശങ്ങളിലാണ് കടലേറ്റത്തിൻ്റെ ദുരിതം എക്കാലത്തും നാശം വിതയ്ക്കുന്നത്. ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെട്ട ഫോർട്ട് കൊച്ചി ബീച്ച് വരെയുള്ള കടൽഭിത്തി തകർന്നടിഞ്ഞു കിടക്കുകയാണ്. അതിനാൽ തന്നെ തകർന്നടിഞ്ഞ കൽക്കൂമ്പാരത്തിനിടയിലൂടെ ഇവിടുത്തെ വീടുകളിലേക്കും ഇവരുടെ ഉപജീവന മാർഗങ്ങളിലേക്കും കടൽ ഇരമ്പിക്കയറുകയും ചെയ്യുന്നു. ഒട്ടേറെ വീടുകളാണ് കടലേറ്റത്തിൻ്റെ ഫലമായി വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത്. പല വീടുകളും തകർന്ന അവസ്ഥയിലുമാണ്. ചെല്ലാനം കണ്ണമാലി വാട്ടർ ടാങ്ക് പ്രദേശത്തെ തീരദേശവാസികളുടെ ഒരു ദുരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം അവർക്ക് വീടുകളിൽ പോലും കയറാൻ കഴിയാത്ത വിധം മണലും ഒക്കെ നിറഞ്ഞ ഒരവസ്ഥയാണുള്ളത്. വീടുകളൊക്കെ തന്നെ ഭാഗികമായി നശിച്ചിരിക്കുന്നു. അതോടെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ ബാത്റൂം എല്ലാം ഈ കടൽക്ഷോഭത്തിൽ നശിച്ചു പോയിരിക്കുന്നു. ഈ വാതം അങ്ങോട്ട് ഇടിച്ച് കടലപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇടിച്ച് പൊളിച്ച് കടലകത്ത് കൂടി കയറി അങ്ങോട്ട് പോയി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, ഞങ്ങൾ എവിടെ പോകാനാണ്? നമുക്ക് വല്ലയിടത്തും പോകാം. നമ്മളൊക്കെ ഉള്ള ഒരു വീട് ഇത്. ബാത്റൂമൊക്കെ ആണെങ്കിൽ ഇത് കണ്ട, ബാത്റൂം മൊത്തം ഫില്ലായിരിക്കണേ മണ്ണ്. നമ്മളെങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. നമുക്കൊരു വീടിഞ്ഞ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? നമുക്കൊരു വീടിഞ്ഞ് നമുക്ക് കെട്ടിപ്പൊക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മക്കൾക്ക് വീടുണ്ടാക്കും. അവർ 3 ആമക്കൾ അവർ കല്യാണം കഴിച്ച് അവരൊരു മാറി അവർക്കിടെ കുടുംബമാക്കുക. നമുക്കിനി ഒരു വീടുണ്ടാക്കാൻ പറ്റുമോ? എല്ലാം നശിച്ചത് ഇതുകൊണ്ട് ഇതെല്ലാം ഈ പരുവത്തിലായി. അകത്തൊക്കെ നിറച്ച് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ വീട്ടു സാധനങ്ങളെല്ലാം പോയി. ഞാൻ ഉടുക്കാൻ അലമാരയൊക്കെ മറിഞ്ഞ് താഴ്ത്തു വീണ് ഉടുക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം പോയി. അപ്പം നമ്മളുടെ അവിടെ അതിൻ്റെ കാര്യം നോക്കുക, നമ്മുടെ വീടിനെയല്ലേ ശ്രദ്ധിച്ചത്. മകനില്ലായിരുന്നോണ്ട് അങ്ങോട്ടുള്ള ഇതിൽ ഇത് ഇടിച്ചു പൊളിച്ച് ഭയങ്കര കടലായിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലത്തെ കടലായിരുന്നു ആ കുറച്ചു നേരം വന്നത്. കാലവർഷക്കാലത്തെ കടലേറ്റം മൂലം തീരദേശ ജനത ദുരിതമനുഭവിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കൈകഴുകുകയാണ് ജില്ലാ ഭരണകൂടം. കടലേറ്റം രൂക്ഷമായ പ്രദേശങ്ങളിൽ 1989 നിർമ്മിച്ച കടൽഭിത്തി പലയിടങ്ങളിലും തകർന്നതാണ് കടലേറ്റം രൂക്ഷമാകാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പുനർനിർമ്മാണം കാലങ്ങളായുള്ള ആവശ്യമാണെങ്കിലും അധികൃതർ ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. എൻ്റെ ഭവനം കിടപ്പുണ്ട്. ഇത് ഇനി ഉണ്ടാക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം കടയിൽ നിന്നില്ല കിട്ടിയാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഞ്ഞി വെച്ചിട്ടില്ല ഇത്ര ദിവസമായിട്ട്. ഈ സംഘടന കാണാൻ ഞങ്ങൾക്ക് കൊണ്ട് ഭക്ഷണം തന്നെ ഇപ്പോഴത്തെ ഭക്ഷണം കൊണ്ട് വെച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഇപ്പോഴത്തെ ദിവസം മണിക്കുന്നതാണ് ഞങ്ങൾക്ക് കടലിൽ കുഴിക്കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നോക്കണില്ല. ഇത് കൊല്ലം കൂടെ ഇപ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ചെയ്യാത്ത കാരണമാണ് ഇങ്ങനെ അനുഭവം വന്നത്. കിടക്കാൻ സ്ഥലമില്ല, കട്ടിലൊക്കെ എല്ലാം ഒഴുകിപ്പോയി. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് എല്ലാ കൊല്ലം അവരോട് പറയണതാണ് ഇത് ചെയ്യണമെന്ന്. പണ്ടൊക്കെ അങ്ങനെ അവർ കൊല്ലം വന്ന് കല്ലുപണി ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം കഴിച്ച് കുറവുണ്ടാവും. താൽക്കാലികമായി മണൽച്ചാക്കുകൾ നിറയ്ക്കും. ഇവിടെ ഒന്നും വെച്ചില്ല, ഒന്നും പറ്റില്ല, ഒരു സാധനം പറ്റില്ല. അവരുടെ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് സർക്കാരിനോട് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. ഒരാളും നമ്മളെ നോക്കണില്ല. എന്ത് ചെയ്യാനുള്ള നമുക്ക് ജീവിക്കണ്ടേ ഇവിടെ? എങ്ങനെയും ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ഞങ്ങൾ വീട്ടിൽ സ്ത്രീകൾക്കൊന്ന് ബാത്റൂമിൽ പോകണം, കുളിക്കണം. അത് കണ്ട ഒരു വൈകണ്ടേ അന്നെ വീട്ടിൽ പോയാൽ കുളിക്കണം. പിന്നെ എന്ത് ചെയ്യും? വസ്ത്രം മാറണമെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ വെളുപ്പിന് പണിക്ക് പോകണമെങ്കിൽ ഞാൻ ബാത്റൂമിൽ പോകണം, എല്ലായിടത്തും പോയിരിക്കണം. ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇത് ജനങ്ങളെല്ലാം എനിക്ക് അനുഭവിക്കണത്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു സങ്കടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അവരുടെ മക്കളൊക്കെ എത്ര സുഖമാണ് ജീവിക്കണത്?
നല്ല പോലെ നല്ല രീതിയിൽ ജീവിച്ച് 2 കാലം വീട്ടിൽ ജീവിക്കണം. അവർക്കൊക്കെ ഇത് അറിയാൻ പാടില്ല. ഈ ബുദ്ധിമുട്ട് കണ്ടാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. കടലേറ്റം രൂക്ഷമാകുകയും പ്രദേശവാസികളുടെ പ്രതിഷേധം കനക്കുകയും ചെയ്യുമ്പോൾ ജില്ലാ ഭരണകൂടം യോഗങ്ങൾ വിളിച്ചുകൂട്ടുന്നതൊഴിച്ചാൽ കാര്യങ്ങൾ എപ്പോഴും പഴയപടി തന്നെ തുടരുകയും ചെയ്യും. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന് മേനി നടിച്ച് മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. ചെല്ലാനം മേഖലയിൽ കടൽക്ഷോഭം മൂലം തീരദേശവാസികൾ ഏറെ പ്രയാസവും ദുരിതവുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമാണ് പരിസരവാസികളും തീരദേശവാസികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികാരികളാകട്ടെ ഇതിനോടെല്ലാം ഒരു നിസ്സംഗത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം ഇതിന്റെ അതിരൂക്ഷമായ കടലാക്കണം വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. കടൽ വരും, ഇതിനെ കൂടി പോകും. പക്ഷെ കഴിഞ്ഞ കൊല്ലം കയറി ആകെ നാശമായിപ്പോയി. ഈ പ്രാവശ്യം കയറി കടൽ വന്ന് അങ്ങ് കണ്ടില്ലേ, അതാണ് കിടക്കണം. ഇവിടെയൊക്കെ ഫുള്ളായിപ്പോയി. ഇവിടത്തോളം ആണെങ്കിൽ അകത്തോട്ട് കയറിയാണ് എല്ലാം പോയി. എല്ലാവരുടെയും അങ്ങോട്ടൊക്കെ ഒന്ന് ചെന്ന് കാണണം. അവിടെയൊക്കെ സങ്കടം ആരോട് പറയും. ചിലപ്പോൾ കാലത്ത് ഇനി ദിവസമൊന്നുമില്ല നമുക്കൊന്നും. പിന്നെ ദൈവം നമ്മളെ കാക്കണമെന്നുണ്ട്. രാത്രി കയറില്ല, ഉറക്കുന്ന സമയത്ത് ആരും അറിയും. വെള്ളത്തോട്ടൊക്കെ കയറി ആരും അറിയില്ല. ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. തീരദേശ മേഖല കടൽഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസം. ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും വെള്ളം കയറുന്നത്. കടൽഭിത്തി വന്നെ കരിക്കല്ല് തന്നെ വന്നോ, അതായത് കടലിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. രണ്ട് ജിയോബാഗ് തൽക്കാലം ഒരു ശാന്ത നടത്തുന്നുള്ളൂ. അത് 1-2 കൊല്ലം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കരിങ്കല്ല് തന്നെ ഇവിടെ വന്നെ, എന്നാലേ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കൊച്ചുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള ആണുങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടാണെങ്കിലും പണിക്ക് പോകാൻ പറ്റിയല്ല. നമ്മൾ ഇതും കാത്ത് കെട്ടിക്കിടക്കണം, നമ്മൾ പട്ടിണിയാവുക. അധികാരികൾ തീരുമാനമൊന്നും എടുക്കണില്ലല്ലോ. ഇങ്ങനെ വന്നെങ്കിലും പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകും. വേറെ ഇവിടെ അത് കഴിയുമ്പോൾ ഇപ്പോൾ വെള്ളം കയറ്റം കഴിയുമ്പോൾ വേറെ പ്രശ്നവും ഒന്നുമില്ല, ഒന്നും തീരുമാനിക്കണില്ല. ചെല്ലാനം, ചോലാട്ട് ജോസഫിനെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളാണ് ഈ കടൽക്ഷോഭം മൂലം ഏറെ പ്രയാസപ്പെടുന്നത്. കാരണം അവരെ ഈ മത്സ്യബന്ധനം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബം കൂടിയാണിത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകും. ഒറ്റ മുറി വീടാണ്. രാത്രി കാലങ്ങളിൽ പോലും ഭയപ്പാടോടെയാണ് കഴിഞ്ഞു കൂടേണ്ടി വരുന്നത്. കാരണം കടലിനോട് ചേർന്നാണ് ഇവരുടെ താമസം. ഇവരെ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് ഇവരെ സംരക്ഷിക്കണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടി കരിങ്കൽ ഭിത്തി ഉണ്ടായിരുന്നതെല്ലാം തകർന്നു കിടക്കുകയും പകരം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ തന്നെ ജിയോബാഗ് മാത്രമാണുള്ളത്. ഈ ഒറ്റമുറി വീടുകളിൽ പോലും പലപ്പോഴും രാത്രി സമയങ്ങളിൽ തിരമാല അടിച്ചു കയറി ഈ മുറിക്കകത്ത് പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അധികാരികളാണ് ഇവരെ പോലെയുള്ളവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും കാണുകയും അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. ഒരു 3 മാസം തള്ളി നീക്കി എടുക്കുന്നത് 3 കൊല്ലം കഴിയണമായിരുന്നു ഞങ്ങളുടെ ജീവിതം. 7 മാസം വരെ നല്ല കാറ്റും നല്ല സുന്ദരമായിട്ട് ജീവിതം നോക്കിയത്. ഈ 3 മാസം വേണ്ട, ശരിക്കും പറയാം 2 ദിവസം മതി. ഇതുകൊണ്ടാ നയിപ്പിച്ചിട്ടേക്കണത്. ഈ വീടിൻ്റെ ഇങ്ങോട്ടൊക്കെ അടിച്ച് വെള്ളം നോക്കി വരും. ഇതിനകത്തുകൂടി കയറിയിട്ട് ചാക്ക് ഇതുണ്ട് ചേച്ചി തട്ട് കയറുന്നത്. അതൊക്കെ അടിച്ച് ഇന്നലെ കഴുകിയതാണ്. ഇതിനകത്തൊക്കെ എപ്പോഴും വെള്ളം അടിച്ച് കയറും. ഈ 3 മാസത്തിനുള്ളിൽ. അത് മുമ്പ് കുഴപ്പമൊന്നുമില്ല, കട്ടിലുകാരി കിടക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലാണ് ഇതിൻ്റെ ശരിക്കുള്ള കോള് കടുക്കുന്നത്. ഈ കരിങ്കൽ ഭിത്തി തകർന്നു പോയതാണ് ഇത്രമാത്രം രൂക്ഷം. മെയിൻ അത് തന്നെ, അതാണ് കാരണം. ഇത് ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ കരിങ്കൽ ഭിത്തി വെള്ളത്തിൻ്റെ ലെവലിൽ കിടക്കും. കണ്ണമാലി മുതൽ മാനാശ്ശേരി വരെ 7 കേന്ദ്രങ്ങളിൽ മണൽ നിറച്ച ജിയോബാഗ് സ്ഥാപിച്ചെങ്കിലും അതും ഫലപ്രദമായിട്ടില്ല. താൽക്കാലിക സുരക്ഷയൊരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ശാശ്വത പരിഹാരമില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇങ്ങനെ രൂക്ഷമായ കടലിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടം വരെയും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള മേഖലകളും ജനങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശാശ്വതമായിട്ടൊരു പരിഹാരം നമ്മൾ അതിനെ തേടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ തീരം തന്നെ എടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏത് സർക്കാർ വന്നാലും മതി, നമ്മുടെ തീരദേശത്തെ സംബന്ധിച്ച് മത്സ്യബന്ധമായിട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളാണല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ജനങ്ങളിവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം. അതുപോലെ തന്നെ കാലാവസ്ഥ വർഷം തോറും വ്യതിയാനത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റാണ് ഇപ്പോൾ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ കല്ലിൻ്റെ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കുള്ളൂ.
ഈ സഹോദരൻ്റെ പേരെന്ന് പറയുന്നത് ജോസി വാടശ്ശേരി എന്ന വീട്ടിലെ ഒരു മുതിർന്ന അംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വീടാണിത്. കാരണം നമുക്കറിയാം കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു വീടാണ്. ദിവസവും ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടൽ തിരമാല ഇങ്ങോട്ട് അടിച്ചു കയറി ഈ വീടിനെ പോലും നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ ചേട്ടൻ്റെ ബാത്റൂമും അതോടൊപ്പം തന്നെ അറിയാം ഈ കടൽ ഭിത്തിയിലുണ്ടായിരുന്ന കല്ല് വരെ ആ കടൽക്ഷോഭം ആ തിരമാലയിൽ അടിച്ച് വീടിൻ്റെ ഭിത്തിയിലേക്ക് വന്ന് ഇടിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ഭയാനകമായിട്ടാണ് ഇവർ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് അല്ലേ? അതെ, അത് എനിക്കാണ് ശ്വാസമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കല്ലൊക്കെ പിന്നെ കഴിഞ്ഞു പോകണം. ഇവിടെ എങ്ങനെയാണ് ഇത്രമാത്രം ഈ ഈ കടലിങ്ങനെ ശോഭിച്ച് ഇങ്ങനെ തിരയടിച്ചു വരുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു? പേടിച്ച് അങ്ങനെ കഴിഞ്ഞു പോകണേ. കൂടുതൽ ആൾക്കാരറിയില്ല, സഹായിക്കാൻ വേറെ ആരുമില്ല. ആരുമില്ല. അവരൊക്കെ കുടുംബക്കാരൊക്കെ ഇവിടെ തെക്കാണ്. പിന്നെ ഈ കരിങ്കൽ ഭിത്തി ഇങ്ങനെ തകർന്ന് കിടക്കുന്നതല്ലേ നിങ്ങൾ ഈ ഇങ്ങനെ കടൽ ഇങ്ങനെ ശോഭിച്ച് ഇങ്ങോട്ട് തിര അടിച്ചു കയറാൻ കാരണം? ഇതടിച്ച് കയറാൻ, അങ്ങനെ കടലടിച്ച് കയറണമെന്നാണ് ഈ ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചേക്കണം. കല്ല് ഈ അവിടെ നിന്ന് അടിച്ച് കയറ്റിയേക്കണം. കൈ കൊണ്ടൊന്നും പൊക്കാനും പിടിക്കാൻ പറ്റില്ല. അടിച്ച് തന്നെ കയറ്റി വെച്ചേക്കണം. കല്ലാണ് ഈ കണ്ണൊക്കെ കൊണ്ടു വെച്ചേക്കണം. എനിക്ക് ഞങ്ങളിവിടെ 4 പേരാണുള്ളത്. ഒരു കുഞ്ഞു ചെറിയ കൊച്ച, അതിൻ്റെ ബാഗ് കൂടി ഈ പ്രാവശ്യം ഒഴുകിപ്പോയി. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കണേ. പിന്നെ ഞങ്ങൾ 2 പേര് രോഗികളുമാണ്. പിന്നെ ഒരു മകള്, കെട്ടിച്ച മകൾ, അതിൻ്റെ ഭർത്താവും മരിച്ച്. അത് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിപ്പോൾ തുണിക്കടയിൽ പോയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. ഇപ്പം ഈ ഒരവസ്ഥ കൂടി വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം കട്ടപ്പുകയായി. ഒരു മനുഷ്യൻ ഇപ്പോൾ വരെ നമ്മുടെ നോക്കാനാ എന്നിനും വന്നിട്ടില്ല. ഇവിടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണോ ഇത്തരത്തിൽ മണൽ നിറച്ച് വെച്ചിരിക്കുന്നത്? ഇത് എന്നിട്ട് ഇത് തട്ടിയിട്ട് കയറിയത് പേരിടകത്തുനിന്ന് കോരി വെച്ചേക്കണ മണ്ണാണിത്. ഈ മണ്ണെല്ലാം പേരിടകത്ത് ചാക്ക് നിറച്ച്, പേരിടകത്ത് വന്ന മണ്ണ് അത് ചാക്ക് നിറച്ച് ഞങ്ങൾ ഇവിടെ വെച്ചേക്കണേ. എന്നിട്ട് ഇത് വാതിലെല്ലാം തട്ടിപ്പൊളിച്ച് ഇപ്പം ഞങ്ങൾ അപ്പുറത്ത് സ്ലാവ് വെച്ച് ഇങ്ങനെ ചാരി നിർത്തിയേക്കണേ. വീടിനകത്തുനിന്നും ഇങ്ങോട്ട് തടല വെച്ചിരിക്കുക. വാതിലിപ്പോൾ അകത്തേക്ക് അതിൽ പൊളിച്ച് കളഞ്ഞ് കടല്. എന്നിട്ട് എങ്ങനെ ഇതിനകത്തൊക്കെ പ്രവേശിക്കും നിങ്ങൾ? ഒറ്റ വാതിക്കെ കൂടിയാണ് ഞങ്ങൾ നടക്കുകയും ഇതാകുകയും ചെയ്യണത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്തിരിക്കുകയല്ല, ഞങ്ങൾ വാതിക്ക് വന്നിരിക്കും. കടൽ വന്നിടിച്ച് ഇവിടെ നിന്ന് വീണ് പോയെന്നാൽ നമ്മൾ അടിയിലായി പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കടലിടി സമയത്ത് ഞങ്ങൾ വാതിക്കലിരിക്കും. അതുപോലെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ 2 ആഴ്ച കൂപ്പാട് കാറ്റും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ആ സമയത്തൊന്നും ഇവിടെ ഈ ഷീറ്റൊക്കെ കണ്ട ഈ പൈപ്പ് ഷീറ്റ് ഒക്കെ എല്ലാം എടുത്തിട്ട് അടിക്കണമായിരുന്നു. അതുപോലെ ഈ വീടിൻ്റെയൊക്കെ ഷീറ്റൊക്കെ എല്ലാം പറപ്പിച്ച് കാറ്റ് കൊണ്ടുപോയി. ഈ കടലും ഒപ്പം കടലും ഉണ്ട് അതിൻ്റെ ഒപ്പം. ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ കണ്ണമാലി പുത്തൻതോട് വരെ 7.35 കിലോമീറ്റർ തീരത്ത് ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള ശക്തമായ കടൽഭിത്തി സ്ഥാപിച്ചതോടെ ഇവിടുത്തെ കടലേറ്റത്തിന് ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട്. പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള 12 കിലോമീറ്ററോളം തീരത്തും ഇതേ മാതൃകയിൽ കടൽഭിത്തി നിർമ്മിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല. കടലേറ്റം ജനജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചപ്പോൾ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പ്രദേശവാസികൾ തെരുവിലിറങ്ങി. വിവിധ ക്രൈസ്തവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി, ആലപ്പുഴ രൂപതകളിലെ വൈദികരും രംഗത്തു വന്നിരുന്നു. ഇവർക്ക് അഭിവാദ്യമർപ്പിച്ച് തീരദേശ ജനത ഒന്നാകെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഫോർട്ട് കൊച്ചി മേഖലയിലെ തീരമേഖലകളിൽ ടൂറിസം വ്യവസായം അതിവേഗമാണ് വളരുന്നത്. തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ടൂറിസം മുതലാളിമാർക്ക് പരവതാനി ഒരുക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നു. പലപ്പോഴും തീരദേശ മേഖലയിൽ കടലാക്രമണത്തെ തുടർന്നാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുക. ഞങ്ങളെല്ലാ കൊല്ലം എന്തോരം പണി കഴിച്ച് ഇവിടെ ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ ഇടും എല്ലാ വർഷവും. ഇത് വേണ്ട അങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ബോക്സിൽ മണ്ണ് നിറച്ച് എല്ലാം വെച്ച് അവിടെ കൂടി ഇടിച്ച് ഈ ജനാലയൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ കൂടി ഇടിച്ച് ബാത്റൂമിൻ്റെ ആ ഔട്ടറിൽ അതിൻ്റെ പൈപ്പ് പോയി, ആ സ്റ്റെപ്പ് പോയി. മതിൽ ഈ അറ്റം വരെ ഉണ്ടായിരുന്നായിരുന്നു ഈ മതിൽ, അത് പോയി. നമ്മൾ എല്ലാ വർഷവും ഇതിന് തടയാടാൻ വേണ്ടി നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്യണുണ്ട്, നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യേണ്ടത്. ഇതിപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വെച്ച സാധനമാണ് ഇതെല്ലാം ഇടിഞ്ഞു പോയി. കല്ലില്ല, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഗ്യാപ്പാവും ഇവിടെ 1 വർഷം കൂടി കഴിഞ്ഞു. നമ്മളിപ്പോൾ അന്ന് പ്രളയം ഉണ്ടായപ്പോഴും നമ്മൾ രക്ഷപ്പെടുത്താനൊക്കെ പോയ ആൾക്കാരെ ഇവിടെ കൂടുതലും ഉള്ളത്. സ്വന്തം വഞ്ചിയായിട്ട് പോയൊക്കെ പോയിട്ട് വഞ്ചിയുടെ അടിവശം പൊട്ടി
ഇഞ്ചൻ നഷ്ടപ്പെട്ട് അന്നേരം നമുക്ക് സർക്കാരിൽ നിന്നും കിട്ടില്ല. കിട്ടിയതായി മുണ്ട് ഷർട്ടും അരി അതൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് കല്ലിട്ട് പുലിമുട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടണം. ടെട്രപാടും കല്ലിട്ട് പുലിമുട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തന്നെ വേണം. അല്ലാണ്ട് ഇത്തിരി കൊണ്ടൊന്നും ജൈവബഗ് വെച്ച് അപ്പുറത്ത് ഇത്തിരി വെച്ച് ഇപ്പുറത്ത് ഇത്തിരി വെച്ച് ഇടിച്ച് പൊളിച്ച് കയറി മതലും പെരയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിക്കിടക്കണേ. ഇതിനേല് അപ്പുറത്തെ വീടാണ് ഞങ്ങളുടെ, എന്നിട്ട് പോലും. ഇനി എന്ത് പറയാനുണ്ട്? ഞങ്ങൾക്ക് പുലിമുട്ടും കല്ലും തരാൻ പറ, ജീവിക്കണ്ടേ? ഞാൻ മരുഭൂമി കിടന്ന് വേല എടുത്തിട്ടേ 2.5 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി വെച്ചിട്ടില്ല. ഒറ്റക്കാവുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണേ, വന്ന് കാണ്. ആരുമില്ല, ഒറ്റക്ക ഞാൻ ഇപ്പം താമസിക്കണം. കുറേ പ്രയാസമുണ്ട്. ഇത് കണ്ട ഒന്നും അവർക്കറിയാൻ പറ്റില്ല, ഒന്ന് വന്ന് കാണാൻ പറ, ആരെങ്കിലും വന്നൊക്കെ നോക്കാൻ പറ. താൽക്കാലികമായി തയ്യാറാക്കുന്ന ജിയോ ബാഗുകളും മണൽച്ചാക്കുകളുമെല്ലാം വൈകാതെ കടൽ കയറ്റത്തിൽ തകർന്നു പോകും. സംരക്ഷണ ജോലികൾക്കായി തീരത്ത് ആവശ്യത്തിന് മണ്ണില്ലാത്തതും പ്രതികൂല കാലാവസ്ഥയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു. ഇതിനിടെ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള കടൽ തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി നിലപാട് കർശനമാക്കുകയും ചെയ്തു. ഇതോടെ 1.25 കോടി രൂപ ചെലവഴിച്ച് താൽക്കാലിക സംരക്ഷണമൊരുക്കാൻ ജില്ലാ ഭരണകൂടം നടപടിയും തുടങ്ങി. താൽക്കാലിക പരിഹാര മാർഗങ്ങൾക്കായി വിനിയോഗിക്കുന്ന പണം പൂർണ്ണമായി ചെലവഴിക്കാതെ പലരുടെയും കൈകളിലേക്ക് പോകുന്നു എന്ന ആക്ഷേപവും ശക്തം. കടൽക്കയറ്റത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം പലപ്പോഴും ഉയർന്നെങ്കിലും ശാശ്വത പരിഹാരം മാത്രം നീണ്ടുപോകുന്നു. തീരദേശത്തുള്ള ജനതയോട് ഈ സർക്കാർ ഇത്രയും അവഗണന കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ സർക്കാരിന് ഈ കാണുന്ന പേരൊക്കെ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ച ആൾക്കാർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്കൊരു വിശ്വാസമുണ്ട്, ഇവർ നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഇവർ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പണി കൂടി കളഞ്ഞാണ് ഇലക്ഷൻ വോട്ട് ചെയ്ത് ഇവരൊക്കെ വരെ പാർട്ടിയിൽ നമ്മൾ ജയിപ്പിച്ച് MLA MP മന്ത്രിയൊക്കെ ആയി പോണത്. അപ്പോൾ നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി വരണ്ടേ? എത്രയോ കൊല്ലങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. ഇത് അവർ പറയുന്നത് അവിടെ ചെല്ലാനം മൂലം പുത്തന്തോട് വരെ പണി തീർന്ന്, അപ്പോൾ ചെല്ലാനത്തിൻ്റെ പണി കഴിഞ്ഞെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള കൈ കിടക്കുന്ന ജനങ്ങൾ കിടന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇത് അവർ കാണുന്നുണ്ട്, കണ്ണടച്ചിരുന്നിട്ടാണ്. അല്ല ചെയ്യാനുണ്ട്, ഫണ്ടില്ലാതില്ലാത്ത കാര്യമൊന്നുമല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്സാര കാര്യമാണ്. അപ്പോൾ നമ്മളെ അത്രത്തോളം സർക്കാർ അവഗണിച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ 10 ലക്ഷം മേടിച്ചിട്ട് ആൾക്കാരോട് പോയിക്കോന്നൊക്കെ പറഞ്ഞത്. എവിടെ പോകാനാണ് ആൾക്കാർ 10 ലക്ഷം മേടിച്ചിട്ടുണ്ട്? ഇന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ എന്ത് കിട്ടും? എവിടെ പോയി 1 സെൻറ്റ് സ്ഥലം മേടിക്കും? 1-2 സെൻറ്റ് സ്ഥലം കിട്ടും, പിന്നെ എങ്ങനെ പേരെ വെക്കും? ഈ കടലിനോട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ എല്ലാം താമസിക്കുന്നത്. അവർ അന്നന്ന് അവിടെ കിട്ടുന്ന കാശ് മെച്ചം പിടിച്ച് എങ്ങനെയും തട്ടിക്കൂട്ടി വരെ പെരയൊക്കെ വെക്കും. ഇത് 20 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ ഉള്ള പാർട്ടിയിൽ തന്നെ പെരയൊന്നും വെച്ചത്. അന്ന് ഈ സീവാളിൻ്റെ പണി മെയിൻ്റനൻസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് സർക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരുപാട് സമരങ്ങൾ, ഒരുപാട് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നു വെച്ചാൽ ഒരാൾ ഇതിനകത്ത് തിരിഞ്ഞു. കടലിൽ വരുമ്പോൾ ഒരാളും വരില്ല. ഇനി ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് വരും. അതാണ് അവരുടെ. അപ്പോൾ അവർ തീർത്തും അവഗണിച്ചിട്ടേക്കെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. കടൽ ഭിത്തി തകർന്ന കടലോരത്ത് യഥാസമയം ജിയോ ബാഗുകൾ ഉപയോഗിച്ച് ഭിത്തിയും മണൽച്ചാക്കുകൾ ഉപയോഗിച്ചും താൽക്കാലിക സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ദുരവസ്ഥയ്ക്ക് ഇടയാകുമായിരുന്നില്ല. പ്രതിരോധ ജോലികൾ ഫലപ്രദമായി യഥാസമയം നടത്തിയിരുന്നെങ്കിൽ കടൽക്ഷോഭത്തെ കുറേയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ഇതനുഭവിക്കണം എത്ര കൊല്ലമായി. എന്താണിത്? എല്ലാവരും വന്നിട്ടും അടുത്ത പ്രാവശ്യം തന്നെ ചെയ്യാം, മറ്റൊന്ന് ചെയ്യാം, മറിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും. അല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. ഇത് തന്നെ പണി. അനുഭവിക്കണം. പിന്നല്ലേ വീട്ടിലെ കൊച്ചുങ്ങളും പെണ്ണുമ്പിളൊക്കെ വെറുതെ നിലവിളിയായിരുന്നു ഈ വെള്ളം കയറിയപ്പോൾ. ചെളി വെള്ളമായിരുന്നു കയറിയത്. പിന്നെ പിള്ളേരും ഭാര്യയും കൂടി വെറുതെ അടിച്ചു തൂത്ത് ഇടും. പിറ്റേ ദിവസം വെള്ളം കയറും. 2 ദിവസം വെള്ളം കയറും പിറക്കകത്ത്. കഴിഞ്ഞ നാളുകളിൽ കടലേറ്റം മൂലം വെള്ളം കയറാതിരുന്ന സ്ഥലങ്ങളിൽ വരെ ഇത്തവണ കടൽ വെള്ളം എത്തി. അതിനെ തുടർന്ന് മേഖലയിലെ ഭൂരിഭാഗം വീടുകളിലും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. നിരവധി വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയതോടെ കനത്ത നാശനഷ്ടവും ഉണ്ടായി. ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതി സംജാതമാകുകയും ചെയ്തു. കണ്ണമാലി വാട്ടർ ടാങ്കിന് സമീപമുള്ള വെള്ളപ്പനാട്ട് ജോബിയുടെ വീടാണിത്. കാരണം ഇപ്പോൾ ഈ കടൽക്ഷോഭം മൂലം അദ്ദേഹത്തിൻ്റെ അടുക്കളയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് വീട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം
കടൽ എപ്പോഴും ഇങ്ങനെ ശോഭിച്ച് ഇങ്ങനെ തിരയടിച്ച് കയറി വീടിനകം മുഴുവൻ മണൽ നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ നമുക്കൊരു വലിയ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വീടിനകം മുഴുവൻ മണൽ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കളയുടെ വാതിൽ വരെ ആ കടൽക്ഷോഭത്തിൽ തകർന്നു പോയ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് 2-3 ദിവസമായി പാചകം പോലും ഇവിടെ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ചേട്ടാ, വലിയ ഒരു പ്രയാസത്തിലാണ് കടന്നു പോകുന്നത്. പ്രയാസത്തിലാണ്. ഈ കടൽക്ഷോഭം നിങ്ങൾ ഇത്രമാത്രം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ? പ്രളയം വന്നായിരുന്നു. പ്രളയത്തിന് ഇതുപോലെ ക്ഷോഭം ഉണ്ടായി. അപ്പം മതിലൊക്കെ ഒന്നും പോയില്ല. ഇതാണ് ഭയങ്കര കയറ്റമായിട്ട് പോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് കുറച്ച് നാൾ തുടരുകയും ചെയ്യും. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ കടൽ ഇളകിയിട്ടില്ല. ഇനി കടൽ ഇളകാൻ പോണേ ഉള്ളൂ. ഇതൊരു പ്രളയം വന്നേക്കണേണ്. തുടക്കത്തിൽ തന്നെയാണ് ഇത്രയും മാത്രം രൂക്ഷമം. ഇനി ഇവിടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നണം, പേടിയാൻ. കാരണം രാത്രി സമയത്തൊക്കെ ഭയങ്കര പിടുത്തമായിരിക്കും, കുടുക്കമായിരിക്കും ഭയങ്കര. അപ്പൊ ഇപ്പൊ ഇത്രമാത്രം മോശമായപ്പോ എവിടെയാ കഴിയുന്നേ? അപ്പോ ഞാൻ ആ ഒരു ബെഡിലാണ് കിടക്കണത്. അപ്പൊ പാചകമൊന്നും നടക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണേ. ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് തരും. ഈ ക്ലീനിങ്ങിനൊന്നും പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നാളെ മറ്റന്നേ വരുമെന്ന് പറഞ്ഞ്. വാതിലൊക്കെ പോയല്ലോ? വാറൊക്കെ പോയി. വാരൊക്കെ ആ കടലിന് വന്നപ്പോൾ തന്നെ പോയി. വീടിനകത്തോടെ വെള്ളം അടിച്ച് കയറി എല്ലാ മുറിയിലും ഇതുപോലെ കിടക്കണേ. വെള്ളം ഇത്രയും പക്കത്തിൽ വന്നു. ശുചിമുറികൾ തകർന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അന്യ വീടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തീരദേശവാസികൾ. പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥ. തീരദേശ റോഡുകൾ പോലും വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി. ചില ദിവസങ്ങളിൽ കടൽ ശാന്തമാകുമെങ്കിലും വീണ്ടും കടൽക്ഷോഭമുണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ ഭയപ്പാടോടെ കഴിയുന്നത്. അത് കുട്ടികളെ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, അമ്മമാർ കുറവാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിലും നീന്തി ഇപ്പോൾ കണ്ണമ്മാലി പള്ളി വരെയൊക്കെ നടന്നൊക്കെയാണ് ഇവിടെ നിന്ന് പോയത്. നല്ല ഇവിടെയൊക്കെ വെള്ളം കയറുമോ? അകത്ത് കയറി. ഇപ്പോൾ വെള്ളം കയറിയതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കെട്ടി വെച്ചത്. ഇപ്പോൾ 2-3 കൊല്ലങ്ങളായിട്ട് കയറുന്നുണ്ട്, അകത്ത് കയറുന്നുണ്ട് വെള്ളം. ബുദ്ധിമുട്ടാണ്. ഒരു പരിഹാരം ഇതിനൊക്കെ വേണ്ടേ? വേണം. ടെട്രാപ്പയോട് തന്നെ പരിഹാരം, അല്ലാതെ വെറുതെ ഇങ്ങനെ കല്ലിട്ടിട്ടും കാര്യമില്ല. ടെട്രാപ്പേഡ് ഇപ്പം എൻ്റെ വീട് ചെല്ലാനത്താണ്, ഞങ്ങൾക്ക് അവിടെ സുരക്ഷിതമായിപ്പോൾ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കടൽ കയറുമ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ വൃത്തിയാക്കിയിട്ട് വന്ന് ഇവിടെയും വൃത്തിയാക്കണമായിരുന്നു. ഇപ്പോൾ ആളെയൊക്കെ നിർത്തിയാണ് നമ്മൾ അങ്കവാടി വൃത്തിയാക്കിയത്. അകത്തൊക്കെ കയറി വെള്ളം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും വെള്ളം കയറും. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് പോലും അതിൻ്റെ മേലെ ഇങ്ങോട്ട് പോകുന്നതാണ് വെള്ളം. കാരണം നമുക്ക് നേരെ ഓപ്പോസിറ്റ് അല്ലേ. വരുമ്പോൾ നമുക്കുള്ളിൽ പേടി, കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഓടും. ഇവിടെ നീന്തി ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഓരോ വർഷകാലങ്ങളിൽ തുടരുന്ന കടൽക്കയറ്റം തീരദേശ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. അതിശക്തമായ കടൽക്കയറ്റമാണ് ചെല്ലാനത്തെ പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളായ കണ്ണമാലി, ചെറിയകടവ്, കമ്പനിപ്പടി, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ പലയിടങ്ങളിലും കടൽഭിത്തി തകർന്ന തരിപ്പണമായി. അതിനാൽ ഇവിടെയെല്ലാം ആർത്തിരമ്പിയെത്തിയ കടൽ കരയിലേക്ക് കുത്തിയൊലിച്ചു കയറുകയായിരുന്നു. ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ സ്ഥാപിച്ച ടെട്രോപ്പാഡ് കടൽഭിത്തി കണ്ണമാലി, ചെറിയകടവ് മേഖലയിലേക്ക് കൂടി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മുൻപ് കടൽക്കയറ്റം രൂക്ഷമായിരുന്ന ചെല്ലാനം മേഖലയിൽ ടെട്രോപ്പാഡ് സ്ഥാപിച്ച ശേഷം കടൽ കയറുന്നില്ല. പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള മേഖലയിലും ടെട്രോപ്പാഡ് സ്ഥാപിച്ചാൽ കടൽക്കയറ്റത്തിന് ശാശ്വത പരിഹാരമാകും. ഇതിനായി സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് തീരദേശ ജനത മുന്നോട്ട് വയ്ക്കുന്നത്. ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി വരെ മാത്രമാണ് ഇപ്പോൾ ടെട്രോപ്പാഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. തീരദേശ ജനതയുടെ ശാശ്വതമായ പരിഹാരത്തിന് ചെല്ലാനം മുതൽ അങ്ങ് ചെറിയകടവ് വരെ 12 കിലോമീറ്റർ ദീർഘത്തിൽ ടെട്രോപ്പാഡ് കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമാകും അവർക്ക് സുരക്ഷിതമായി ഈ വീടുകളിൽ കഴിയാൻ കഴിയുക. കാരണം ടെട്രോപ്പാഡിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏത് കടൽക്ഷോഭത്തെയും തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ്.